ഹലോ കൂട്ടുകാരെ, PSC റൈറ്റ് പാത്തിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. 2019-20 കാലഘട്ടം PSCയെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത്രയും ഒരുപാട് ഓപ്പർച്യൂണിറ്റി നമുക്ക് കിട്ടുന്ന ഒരു വർഷമാണ്. ഇപ്പോൾ നിങ്ങളുടെ പ്രൊഫൈല് PSCയിലൊന്ന് നോക്കുക. ഇപ്പോൾ 237/2018 ഇൻസ്പെക്ടർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി വന്നിട്ടുണ്ട്. അതുപോലെ 276/2018 VEOടൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് VEO ആണ്. ഉടനെ തന്നെ അടുത്ത് നമ്മൾ പറയുന്നതാണ്. VEOയുടെ പ്രത്യേകത എന്ന് പറയുന്നത് SLC മിനിമം 40% പാസ്സായി ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾക്ക് എല്ലാവർക്കും അപേക്ഷിക്കാവുന്ന ഒരു എക്സാമാണ് VEO എന്ന് പറയുന്നത്. 20,000 മുതൽ 45,800 വരെ സാലറി സ്കെയിലുള്ള ഒരു തസ്തികയാണ് VEO എന്ന് പറയുന്നത്. സ്റ്റേറ്റ് വൈസാണ് അതിൻ്റെ എക്സാമുകൾ കണ്ടക്ട് ചെയ്യുന്നത്. എല്ലാ ജില്ലകളിലും വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 19 വയസ്സ് മുതൽ 36 വയസ്സ് വരെയുള്ള യുവതിയുവാക്കൾക്ക് അപേക്ഷിക്കാവുന്ന ഒരു എക്സാമാണ് ഈ ഒരു എക്സാം എന്ന് പറയുന്നത്. ഇത് ജനറൽ കാറ്റഗറിക്കാരാണ് 19-36 എന്ന് പറഞ്ഞത്. SC/ST വിഭാഗം ആളുകളാണെങ്കിൽ അവർക്ക് 5 വർഷം കൂടി, അഥവാ 41 വയസ്സ് വരെയുള്ള ആളുകൾക്ക് വരെ ഈ എക്സാമിന് വേണ്ടി അപേക്ഷിക്കാം. OBC കാറ്റഗറിയിലുള്ള ആളുകളാണെങ്കിൽ അവർക്ക് 3 വർഷം അധികം 39 വയസ്സ് വരെയുള്ള ആളുകൾക്ക് അപേക്ഷിക്കാവുന്ന ഒരു എക്സാമാണ് VEO എന്ന് പറയുന്നത്. നിങ്ങൾക്ക് അതിൻ്റെ ചെറിയൊരു ഡീറ്റെയിൽസ് മനസ്സിലായെന്ന് കരുതുന്നു. നോക്കുക നിങ്ങളതിൻ്റെ സിലബസ്. പ്രധാനമായും 4 ഭാഗം തന്നെ: സിമ്പിൾ അരിതമെറ്റിക് ആൻഡ് മെൻ്റൽ എബിലിറ്റി, അതുപോലെ ജനറൽ നോളേജ്, കറണ്ട് അഫെയേഴ്സ്, ജനറൽ ഇംഗ്ലീഷ്, അതുപോലെ മലയാളം. ഈ ഭാഗങ്ങളാണ് ഇതിൽ വരുന്ന എക്സാമിൽ കണ്ടക്റ്റായിട്ട് വരുന്ന ഭാഗങ്ങൾ എന്ന് പറയുന്നത്. 75 മിനിറ്റാണ് അതിൽ വരുന്നത്. അത് നമുക്കറിയാവുന്നതാണ്. 100 മാർക്കിന് എക്സാം ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാം അതൊന്ന് നോക്കുക. നമ്മൾ ഇന്ന് കുറച്ച് പഴയകാല VEOയുടെ എക്സാമിൻ്റെ 2014 നടന്ന VEO എക്സാമിൻ്റെ ഒരു 10 ചോദ്യങ്ങൾ നിങ്ങൾക്കൊരു സാമ്പിളായിട്ട് ഇവിടെ പറയുന്നുണ്ട്. അതിൻ്റെ വിശദീകരണം നൽകുന്നുണ്ട്. നിങ്ങളൊന്ന് നോക്കുക കേട്ടോ. ഇപ്പോൾ കഴിഞ്ഞ എക്സാമിൽ 2014 നടന്ന എക്സാമിൽ ഒരു ചോദ്യമാണ്: തിരുവിതാംകൂർ ഭരിച്ചിരുന്ന മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തിയ യുദ്ധമാണല്ലോ കുളച്ചൽ യുദ്ധം എന്ന് പറയുന്നത്. അത് നടന്ന വർഷം ഏതാണെന്നാണ് ഒന്നാമതായി നമ്മളോട് ചോദിക്കുന്നത്. താഴെ 4 ഓപ്ഷൻസ് ഉണ്ട്. 1741 ഉണ്ട്, 1731 ഉണ്ട്, 1841 ഉണ്ട്, 1840. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, മനസ്സിലാക്കുക. 1741 1741 മാർത്താണ്ഡവർമ്മ വിദേശ ശക്തികളായിട്ടുള്ള ഡച്ചുകാരെ പരാജയപ്പെടുത്തുന്നത്. ആ ഡച്ചുകാരുടെ ഡച്ച് കപ്പിത്താനായിരുന്നു ഡിലനോയി എന്ന് പറയുന്നത്. അദ്ദേഹം മാർത്താണ്ഡവർമ്മയോട് പരാജയപ്പെടുകയും പിന്നീട് അതേ തുടർന്ന് അദ്ദേഹം കീഴടങ്ങുകയും പിന്നീട് മറുപക്ഷത്തേക്ക് ആകുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നീട് ഈ ഒരു ഡച്ചുകാരും മാർത്താണ്ഡവർമ്മയും ചേർന്ന് ഒരുക്കിയ ഒരു ഉടമ്പടിയായിരുന്നു മാവേലിക്കര ഉടമ്പടി 1753. അപ്പോൾ പ്രധാനമായും ശ്രദ്ധിക്കുക, വർഷം 1741 കുളച്ചൽ യുദ്ധം നടന്നത്. ഡച്ചുകാരും മാർത്താണ്ഡവർമ്മയും തമ്മിലായിരുന്നു യുദ്ധം നടന്നത്. പിന്നീട് ഡച്ചുകാർ കീഴടങ്ങുകയായിരുന്നു. ഡച്ചുകാരുടെ കപ്പിത്താനായിരുന്നു ഡിലനോയി. പിന്നീട് അവർ നടത്തിയ ഉടമ്പടി, ഡച്ചുകാരും മാർത്താണ്ഡവർമ്മയും നടത്തിയ ഉടമ്പടിയാണ് മാവേലിക്കര ഉടമ്പടി എന്ന് പറയുന്ന 1753 ഉടമ്പടി. ഡച്ചുകാരുടെ പ്രധാന സംഭാവന എന്ന് പറയുന്ന ഒന്നാണ് കേരള രാമം എന്നറിയപ്പെടുന്ന ഹോർത്തോസ് മലബാറിക്കസ് എന്ന് പറയുന്നത്. ഹോർത്തോസ് മലബാറിക്കസ് എന്ന് പറയുന്നത് ഡച്ചുകാരുടെ പ്രധാന സംഭാവനകളിൽപ്പെട്ട ഒന്നാണ്. അവിടെ നിങ്ങൾ മനസ്സിലാക്കുക, ഈ ഹോർത്തോസ് മലബാറിക്കസ് എന്ന് പറയുന്നത് മലയാള ലിപി അച്ചടിച്ച ആദ്യ ഗ്രന്ഥം കൂടിയാണ് ഹോർത്തോസ് മലബാറിക്കസ് എന്ന് പറയുന്നത്. അത് അച്ചടിക്കാൻ ആ ഒരു ഗ്രന്ഥം രചിക്കാൻ സഹായിച്ചിട്ടുള്ള കേരളത്തിലെ വൈദ്യനായിരുന്നു ഇട്ടി അച്യുതൻ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ഇട്ടി അച്യുതൻ എന്ന് പറയുന്ന വ്യക്തിയാണ് അതിനെ സഹായിച്ചിട്ടുള്ളത്, ഇത് ഗ്രന്ഥം രചിക്കാൻ സഹായിച്ചിട്ടുള്ളത്. നമ്മുടെ ഇവിടുത്തെ വിഷയം ഇതാണ്: കുളച്ചൽ യുദ്ധം നടന്നത് 1741. അടുത്ത ചോദ്യം ഇതാണ്: പുരാതന കാലത്ത് കേരളം
യവന്മാരുടെയും റോമക്കാരും ഉണ്ടാക്കിയിരുന്ന വാണിജ്യ ബന്ധം ഉണ്ടായിരുന്നു. അതിന് ശക്തമായ തെളിവുകൾ നൽകുന്ന ഉത്ഖനനത്തിലൂടെ ലഭിച്ചൊരു പ്രദേശമുണ്ട്. അഥവാ പുരാതന കാലത്ത് ഈ റോമക്കാരും അതുപോലെ യവന്മാരും തമ്മിലുണ്ടാക്കിയ വാണിജ്യ ബന്ധത്തിനൊരു തെളിവ് ലഭിക്കുന്ന ഉത്ഖനനത്തിലൂടെ ലഭിച്ചൊരു പ്രദേശം ഏതാണെന്നാണ് ചോദിക്കുന്നത്. പട്ടണമാണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ശ്രദ്ധിക്കുക, പട്ടണമാണ് കേട്ടോ. പുറക്കാട് എന്നൊക്കെ പറയുന്നത് ആലപ്പുഴ ജില്ലയിലെ പ്രധാന ഭാഗങ്ങളാണ്. പോട്ടെ, അടുത്ത ചോദ്യം ഇതാണ്. സമുദ്രനിരപ്പിൽ നിന്നും താഴ്ന്നു കിടക്കുന്ന കേരളത്തിലെ പ്രദേശം ഏതാണ്? കൊട്ടാരക്കര, കോഴിക്കോട്, അതുപോലെ തന്നെ വളപട്ടണം എന്നീ 4 പ്രദേശങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് കുട്ടനാടാണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ശ്രദ്ധിക്കുക. നെതർലാൻഡ് ഓഫ് കേരള എന്നറിയപ്പെടുന്നതാണ് ഈ കുട്ടനാട് എന്ന് പറയുന്നത്. കഴ്സൺ പ്രഭു ഈ കുട്ടനാടിനെ വിശേഷിപ്പിച്ചത് കിഴക്കിൻ്റെ വെന്നീസ് എന്നാണ്. അതുപോലെ തന്നെ റൈസ് ബോൾ ഓഫ് കേരളത്തിൻ്റെ നെല്ലറ എന്ന് കുട്ടനാടിനെ പറയുന്നുണ്ട്. സമുദ്രനിരപ്പിൽ നിന്നും താഴ്ന്ന പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന കൃഷി നടത്തുന്ന സ്ഥലമാണ്. അതായത് സമുദ്രത്തിൻ്റെ താഴ്ഭാഗത്ത് കൃഷി ചെയ്യുന്ന ഒരേ ഒരു സ്ഥലമാണ് ഏത് പറയുന്നത്? കുട്ടനാട് എന്ന് പറയുന്നത്. ദ പ്ലേസ് ഇൻ കേരള വെർ പെഡി കൾട്ടിവേഷൻ ഈസ് ഡൺ ബിലോ സീ ലെവൽ. കുട്ടനാട് എന്ന് പറയും. സമുദ്രത്തിൽ താഴ്ന്ന നിലത്തിൽ കൃഷി ചെയ്യുന്ന സ്ഥലമാണ് കുട്ടനാട്. അതുപോലെ ഗിഫ്റ്റ് ഓഫ് പമ്പയുടെ ദാനം എന്ന് പറയാറുണ്ട് കുട്ടനാടിനെ. മനസ്സിലാക്കുക. അതുപോലെ തന്നെ കുട്ടനാടിൻ്റെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് തകഴിയാണ്. തകഴി ശിവശങ്കരപ്പിള്ള, അദ്ദേഹമാണ് കുട്ടനാടിൻ്റെ കഥാകാരൻ എന്ന് പറയുന്നത്. എന്നാൽ കോഴിക്കോടാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക SK പൊറ്റക്കാടാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു പ്രത്യേകതയുള്ള നാടാണ് കുട്ടനാട്. ഇത്രയും കാര്യങ്ങൾ ഇനി മറ്റു എക്സാമ്പിളിൽ എന്താണ് ചോദിക്കുകയെന്ന് അറിയില്ല. അതുകൊണ്ടാണ് അതുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും ഞാൻ പറയേണ്ടി വന്നത്. അപ്പോൾ സമുദ്രനിരപ്പിൽ നിന്നും താഴ്ന്നു കിടക്കുന്ന കേരളത്തിലെ പ്രദേശമാണ് ഏത്? കുട്ടനാട്. മനസ്സിലാക്കുക. അടുത്ത ചോദ്യമാണ്, സംഘടിച്ച് ശക്തരാകാനും വിദ്യ കൊണ്ട് പ്രബുദ്ധമാകാനും കേരള സമൂഹത്തെ ഉപദേശിച്ച സാമൂഹ്യ ആചാര്യനാരായിരുന്നു? ശ്രീനാരായണ ഗുരു, സ്വാമി വിവേകാനന്ദൻ, അതുപോലെ നടരാജഗുരു, അയ്യങ്കാളി. ഇവരിൽ ആരാണ് എന്നാണ് ചോദ്യം. ശരിയായ ആൻസർ ശ്രീനാരായണ ഗുരു ആണ്. സംഘടിച്ച് ശക്തരാകാനും വിദ്യ കണ്ടു പ്രബുദ്ധമാകാനും കേരള സമൂഹത്തെ ഉത്ബോധിപ്പിച്ചത്. ശ്രീനാരായണ ഗുരു നോൺ ആസ് ഫാദർ ഓഫ് കേരള റിനൈസൻസ് അഥവാ കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ശ്രീനാരായണ ഗുരുവാണ്. 1856 അദ്ദേഹം ജനിക്കുന്നത്. നമ്മുടെ കേരളം പിറന്ന 100 വർഷങ്ങൾക്ക് മുമ്പ്, കേരളം എന്നാണ് രൂപം കൊണ്ടത് 1956. അതിൻ്റെ 100 വർഷങ്ങൾക്ക് മുമ്പ് എന്നാണ് 1856 അദ്ദേഹം ജനിക്കുന്നത്. മനസ്സിലായല്ലോ? ആഗസ്റ്റ് മാസം 20-ാം തീയതി. എവിടെ വെച്ചാണ് ജനിക്കുന്നത്? ശ്രീനാരായണ ഗുരു വാസ് ബോൺ ഇൻ തിരുവനന്തപുരത്താണ് അദ്ദേഹം ജനിക്കുന്നത്. ചെമ്പഴന്തിയിലാണ് അദ്ദേഹം ജനിക്കുന്നത്. ഹിസ് ഫാദർ അദ്ദേഹത്തിൻ്റെ ഫാദർ എന്ന് പറയുന്നത് ഈ ഗുരുവിൻ്റെ ഫാദർ എന്ന് പറയുന്നത് മാടനാശാനും, അതുപോലെ ഗുരുവിൻ്റെ മാതാവ് എന്ന് പറയുന്നത് കുട്ടിയമ്മ എന്ന് പറയുന്ന യുവതിയുമാണ്. ഗുരുവിൻ്റെ വൈഫ് കാളിയമ്മ എന്ന് പറയും. ഇതൊക്കെ എങ്ങനെയാണ് PSC ചോദിക്കുകയെന്നറിയില്ല. അതുകൊണ്ടാണ് ഇത്രയും വൈഡാക്കി പറയേണ്ടി വരുന്നത്. പിന്നെ വളരെയധികം മനസ്സിലാക്കേണ്ട ഒന്നാണ് ഗുരുവിൻ്റെ ഗുരുക്കൾ ആരാണെന്നുള്ളത്. അഥവാ ശ്രീനാരായണ ഗുരുവിൻ്റെ ഗുരുവര്യന്മാരാരാണെന്ന് ചിലപ്പോൾ ചോദിക്കാറുണ്ട്. അവരെ നിങ്ങൾ മനസ്സിലാക്കണം. അഥവാ അതിലൊന്ന് തൈക്കാട് അയ്യയും അതുപോലെ രാമൻ പിള്ള ആശാനുമാണ് ഗുരുവിൻ്റെ ഗുരു. അഥവാ ഗുരു വാസ് ദ ഡിസിപ്ലിൻ ഓഫ് തൈക്കാട് അയ്യ ആൻഡ് രാമൻ പിള്ള ആശാൻ എന്ന് പറയും. അവർ രണ്ടുപേരുടെ ഇപ്പോൾ തൈക്കാട് അയ്യ എന്നൊക്കെ പറയുമ്പോൾ യോഗ ഗുരുവാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ. അപ്പോൾ അവരാണ് ശ്രീനാരായണ ഗുരുവിനെ ഇങ്ങനെ വളർത്തിയിട്ടുള്ളത്. ഒരു വിദ്യകൾ നൽകി അവരുടെ ശിക്ഷണത്തിലാണ് ശ്രീനാരായണ ഗുരു വളർന്നിട്ടുള്ളത്. ഗുരു ഈസ് ആൾസോ നോൺ ആസ് നാണു ആശാൻ എന്ന പേരിൽ ഗുരു അറിയപ്പെടാറുണ്ട്.
ശ്രീനാരായണ ഗുരു. അതുപോലെ SNDPയുടെ ആദ്യകാല പ്രസിഡന്റ് എന്ന് പറയുന്നത്, അതുപോലെ തന്നെ ഇപ്പോഴും ആജീവനാനന്ദ പ്രസിഡന്റ് എന്ന് പറയുന്നതും ശ്രീനാരായണ ഗുരുവാണ് എന്നാണ് SNDP. എന്താണ് SNDPൻ്റെ ഫുൾ ഫോം നിങ്ങൾക്കറിയോ? ശ്രീനാരായണ ധർമ്മ പരിപാലന സംഘം എന്ന് പറയും. അത് 1903 മെയ് 15-നാണ് അത് രൂപം കൊണ്ടിട്ടുള്ളത്. 1903 മനസ്സിലാക്കണം. അതിൻ്റെ ആദ്യകാല സെക്രട്ടറിയൊക്കെ ആയിരുന്നു. അതുപോലെ ശ്രീനാരായണ ഗുരു കണ്ടക്റ്റഡ് ആൾ റിലീജിയൻ കോൺഫറൻസ് ഇൻ 1924. 1924 അദ്ദേഹം എല്ലാ മതങ്ങളുടെയും ഒരു സമ്മേളനം വിളിച്ചു ചേർക്കുന്നത്. അതുപോലെ തന്നെ ഈ അടുത്ത് ചോദിച്ചൊരു ചോദ്യം, നമ്മളിപ്പോൾ ഏതൊരു എക്സാമിൻ്റെ പഴയ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയപ്പോൾ ഈ ഒരു ചോദ്യം, അതുപോലെ തന്നെ അത് VEയുടെ പഴയ എക്സാമിലുണ്ട്. അതുപോലെ തന്നെ ഈ അടുത്ത് കറണ്ട് അഫയേഴ്സിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിരുന്നു, ശ്രീനാരായണ ഗുരുവിൻ്റെ ശ്രീലങ്ക സന്ദർശനത്തിൻ്റെ 100ാം വാർഷികം ആഘോഷിക്കുന്ന സമയത്ത് കൊളംബോ, ശ്രീലങ്കയുടെ തലസ്ഥാനമാണ്, അവിടെ ശ്രീനാരായണൻ്റെ പേരിൽ ഗുരുവിൻ്റെ ഒരു പ്രതിമ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ഓക്കെ, 1918-ലാണ് ഗുരു ആദ്യമായി കൊണ്ട് ശ്രീലങ്ക സന്ദർശിക്കുന്നത്, വിസിറ്റ് ചെയ്യുന്നത്. അത് നിങ്ങൾ ഓർത്തു വെക്കുക. ആദ്യമായി കൊണ്ട് 1918, അതിൻ്റെ 100ാം വാർഷികമാണ് ഇപ്പോൾ ആഘോഷിക്കുന്നത്. അതുപോലെ കാവ്യൊക്കെ അണിഞ്ഞ് ആദ്യമായി കൊണ്ട് ശ്രീനാരായണ ഗുരു പലപ്പോഴും വെള്ള വസ്ത്രമാണല്ലോ, പക്ഷേ ആദ്യം ഒരു കാവ്യ അണിഞ്ഞതും ഈ 1918 ലങ്ക സന്ദർശനത്തിൻ്റെ സമയമാണ്. അതുപോലെ അവസാനമായി കൊണ്ട് ശ്രീലങ്ക സന്ദർശിച്ചത് 1926-ലാണ് കേട്ടോ. നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കുക ആ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഏതായാലും നമ്മുടെ ഇവിടുത്തെ ചോദ്യം എന്ന് പറയുന്നത്, സംഘടിച്ചു ശക്തരാകാനും വിദ്യ കൊണ്ട് പ്രബുദ്ധരാകാനും കേരള സമൂഹത്തെ ഉപദേശിച്ച ആചാര്യനായിരുന്നു ശ്രീനാരായണ ഗുരു. ഇനി അടുത്ത ചോദ്യം ശ്രദ്ധിക്കുക നിങ്ങൾ. കേരള മോഡൽ വികസനത്തിൻ്റെ സവിശേഷത അല്ലാത്തത് ഏതാണ്? കുറഞ്ഞ ശിശുമരണ നിരക്ക്, ഉയർന്ന സാക്ഷരത, ഉയർന്ന ആയുർദൈർഘ്യം, അതുപോലെ ഉയർന്ന പ്രതിശീർഷക വരുമാനം. ഇവിടെ നിങ്ങൾ നോക്കൂ, ഇതിലെല്ലാം പറയുന്നത് ഏറ്റവും കുറഞ്ഞ ശിശുമരണ നിരക്കുള്ളത് കേരളത്തിലാണ്. അപ്പോൾ കേരളത്തിൻ്റെ പ്രത്യേകതയാണ്. ഏറ്റവും ഉയർന്ന സാക്ഷരത എന്ന് പറയുന്നത് കേരളത്തിലാണ്. ഏറ്റവും ഉയർന്ന ആയുർദൈർഘ്യമുള്ളതും കേരളത്തിലാണ്, ഇന്ത്യയിൽ. എന്നാൽ ഉയർന്ന പ്രതിശീർഷക വരുമാനം അത് കേരളത്തിലല്ല ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് ഈ D ഓപ്ഷനാണ് ഈ ഒരു സവിശേഷതയിൽ പെട്ടതല്ലാത്തത് എന്ന് പറയുന്നത്. സവിശേഷത അല്ലാത്തത് ഏതാണ്? D എന്ന് പറയുന്നതാണ്. പിന്നെ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഇതാണ്, ഭൂമിശാസ്ത്രപരമായി ഏറ്റവും പഴക്കം ചെന്ന ഭൂപ്രദേശം ഏതാണ് എന്നാണ് ചോദ്യം. ഭൂമിശാസ്ത്രപരമായി ഏറ്റവും പഴക്കം ചെന്ന ഭൂപ്രദേശം ഏതാണെന്നാണ് ചോദ്യം. താഴെ 4 ഓപ്ഷൻസ് ഉണ്ട്. അഥവാ ഹിമാലയ പർവ്വതമേഖല, ഗംഗാ സമതലം, ഡെക്കാൻ പീഠഭൂമി, ആൻഡമാൻ നിക്കോബാർ ദ്വീപ്. ഈ ആൻഡമാൻ നിക്കോബാർ ദ്വീപിൻ്റെയൊക്കെ പേരൊക്കെ ഇനി മാറുന്നുണ്ട്. അതൊക്കെ ഞാൻ ക്ലാസ്സുകളിലൊക്കെ പലപ്പോഴായിട്ട് പറഞ്ഞതാണ്, ഇനിയും പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് കൂടുതലായിട്ട് പറയാം. അപ്പോൾ ഏതായാലും ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ഡെക്കാൻ പീഠഭൂമിയാണ് ഭൂമിശാസ്ത്രപരമായി ഏറ്റവും പഴക്കം ചെന്ന ഭൂപ്രദേശം എന്ന് പറയുന്നത്. ലാർജസ്റ്റ് പ്ലാറ്റ്യൂ അഥവാ പീഠഭൂമി എന്ന് പറയും. ലാർജസ്റ്റ് പ്ലാറ്റ്യൂ ഇൻ ഇന്ത്യ എന്ന് പറയുന്നത് ഡെക്കാൻ പ്ലാറ്റ്യൂ ആണ്, പീഠഭൂമിയാണ്. ഏറ്റവും വലിയ ലാർജസ്റ്റ് ആയിട്ടുള്ള പീഠഭൂമി എന്ന് പറയുന്നത്. അതൊരു ട്രയാങ്കിൾ ഷേപ്പിലാണ് ഡെക്കാൻ പ്ലാറ്റ്യൂ ഉള്ളത്. അപ്പോൾ നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കുക. ഈ ഡെക്കാൻ പ്ലാറ്റ്യൂ സിറ്റുവേറ്റ് ചെയ്യുന്നത് ബിറ്റ്വീൻ വെസ്റ്റേൺ ഗർലും അതുപോലെ ഈസ്റ്റേൺ ഗറിൻ്റെയും ഇടയിലാണ്. അതോ പശ്ചിമഘട്ടത്തിൻ്റെയും പൂർവ്വഘട്ടത്തിൻ്റെയും ഇടയിലായിട്ടാണ് ഡെക്കാൻ പീഠഭൂമി, ഡെക്കാൻ പ്ലാറ്റ്യൂ സ്ഥിതി ചെയ്യുന്നത്. അവിടെയാണ് കരിമണ്ണ് ഏറ്റവും കൂടുതലുള്ളത്. ഡെക്കാൻ പീഠഭൂമിയിലാണ് കരിമണ്ണ് ഏറ്റവും കൂടുതൽ ഉള്ളതെന്ന് പറയുന്നത്. അപ്പോൾ ആ കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഉത്തരാഖണ്ഡ് നദീതട പദ്ധതിയുടെ പ്രയോജനം ലഭിക്കുന്ന സംസ്ഥാനം ഏതാണ്? ബീഹാർ, ചണ്ഡീഗഡ്, അതുപോലെ പശ്ചിമ ബംഗാൾ, ഒറീസ എന്ന് പറയുന്ന 4 തന്നിട്ടുണ്ട്. ഇതിലേതാണ് എന്നാണ് നമ്മളോട് ചോദിക്കുന്നത്. ആൻസർ കണ്ടുപിടിക്കുക. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഒഡീസയാണ് കേട്ടോ. ഒഡീസ എന്ന് പറയുന്നതാണ്. ഹിരാകുണ്ട് അണക്കെട്ട് എന്ന് പറയുന്നത് ലോങ്ങസ്റ്റ് ഡാം ഇൻ ഇന്ത്യയാണ്. ലോങ്ങസ്റ്റ് ഡാം ഇൻ ഇന്ത്യ എന്ന് പറയുന്നത് ഏതാണ്? ഹിരാകുണ്ട് അണക്കെട്ട്. എന്നാൽ ലാർജസ്റ്റ് എന്ന് പറയുന്നത് ബക്രാനങ്കലും, ഹയസ്റ്റ് ഏറ്റവും ഉയരത്തിലുള്ളത് ടെഹ്രി ഡാമുമാണ്. അത് പ്രത്യേകം മനസ്സിലാക്കി. ലാർജസ്റ്റ് എന്ന് പറഞ്ഞാൽ ബക്രാനങ്കലൊക്കെ സത്ലജ് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്, ഹിമാചൽ പ്രദേശിൽ. അതൊരിക്കലും PSC ചോദിച്ചതാണ്. അപ്പോൾ ഏതായാലും ലോങ്ങസ്റ്റ് ഡാം എന്ന് പറയുന്നത് ഹിരാകുണ്ടാണ്, പ്രത്യേകം ശ്രദ്ധിക്കുക.
ഈ ഹിറാകുണ്ട് എന്ന് പറയുന്ന അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് ഒഡീസയിലാണ്. ഒഡീസയിലെ സാമ്പല്ലൂർ എന്ന് പറയുന്ന ഡിസ്ട്രിക്റ്റിൽ മഹാനദിയിലായിട്ടാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്, ഈ ഒരു ഹിറാകുണ്ട് അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്. 48 കിലോമീറ്റർ 4.8 കിലോമീറ്ററാണ് അതിൻ്റെ നീളം എന്ന് പറയുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക, 4.8 കിലോമീറ്ററാണ് അതിൻ്റെ നീളം എന്ന് പറയുന്നത്. പിന്നീട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതിൻ്റെ ഉദ്ഘാടനം നടന്നിട്ടുള്ളത്, അതിൻ്റെ ഉദ്ഘാടനം നടന്നത്, ഉദ്ഘാടനം നല്ല തറക്കല്ലിടുന്ന കർമ്മം നടന്നിട്ടുണ്ടായിരുന്നത് 1946 എന്നതിൻ്റെ പണിയൊക്കെ പൂർത്തിയായി ഉദ്ഘാടനം കഴിഞ്ഞതെന്നാണ് 1957 നെഹ്റു ആണ് കേട്ടോ. നെഹ്റു ആണ് അതിൻ്റെ ഉദ്ഘാടനം ചെയ്തത്. അതിന് തറക്കല്ലിട്ടെന്നാണ് 1946. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായോ? മനസ്സിലാകാത്തുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റൊക്കെ ആയിട്ട് രേഖപ്പെടുത്തണം കേട്ടോ, ചോദിക്കണം, മനസ്സിലാക്കണം. ഓക്കെ, ഇനി അടുത്ത ഇതുപോലെ നാഗാർജുന സാഗർ ഡാമൊക്കെ ഉണ്ട് കൃഷ്ണ നദിയിൽ സ്ഥിതി ചെയ്യുന്നത്. കൊയ്ന ഡാമൊക്കെ ഉണ്ട് മഹാരാഷ്ട്ര. അതൊക്കെ ഇടയ്ക്കിടയ്ക്ക് PSC ചോദിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളത് എവിടെ സ്ഥിതി ചെയ്യുന്നത് ചോദിച്ചാൽ അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയെടുക്കൽ വളരെയധികം അത്യാവശ്യമുള്ളൊരു ഏരിയയാണ്. കൂടുതലായിട്ട് അതിനെക്കുറിച്ചാണ് പറഞ്ഞ് ഇനി സമയം കളയുന്നില്ല കേട്ടോ. ഇനി അടുത്ത ഒന്നാണ് എന്ത് പറയുന്നത്, ചോദ്യം ഇതാണ്, റൂർക്കല ഹിന്ദുസ്ഥാൻ ലിമിറ്റഡ് അതിന് സാങ്കേതിക സഹായം നൽകുന്നത് ഏത് രാജ്യമാണ് എന്നാണ് ചോദിക്കുന്നത്. ശ്രദ്ധിക്കുക. ഇപ്പോൾ റൂർക്കേലക്ക് സഹായം നൽകുന്നത് താഴെ പറയുന്ന അതിന് സാങ്കേതിക സഹായം നൽകുന്ന രാജ്യം താഴെ പറയുന്നത് ഏതാണ്? റൂർക്കേല ഇരുമ്പുരുക്ക് ശാലക്ക് US ആണോ നോക്കുക, ഇംഗ്ലണ്ട് ആണോ നോക്കുക, ജർമ്മനി ആണോ നോക്കുക, USSR ആണോ? USSR ആണ് ഇന്നത്തെ റഷ്യയാണ് കേട്ടോ. പണ്ടത് USSR ഇന്നിപ്പോൾ തകർന്നു. അതൊരു അമേരിക്കൻ സഖ്യകക്ഷം പോലുള്ളൊരു സഖ്യകക്ഷമായിരുന്നു, പക്ഷേ ഇന്നത് തകർന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ കറക്റ്റ് രാജ്യം എന്ന് പറയുന്നത് ജർമ്മനിയാണ് റൂർക്കേല എന്ന് പറയുന്ന ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡിന് സാങ്കേതിക സഹായമൊക്കെ നൽകുന്നത്. അതൊരു പാട്ട് രൂപത്തിലൊക്കെ ഞാൻ കുറേ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതറിയേണ്ട കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാൻ. നമ്മളിപ്പോൾ പറഞ്ഞ സമയം നീണ്ടു പോവുകയുള്ളൂ, അതുകൊണ്ടാണ് നമുക്ക് തിരിയാത്തത്. ഇതൊക്കെ രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്ത് വരുന്ന ഒരുപാട് കുറച്ച് ഇരുമ്പുരുക്ക് ശാലകളിൽ പെട്ടതാണ്. ഭിലായ് എന്ന് പറയുന്നത്, അതും രണ്ടാം പഞ്ചവത്സര പദ്ധതിയിൽ വന്നതാണ്. 1959 അത് വരുന്നത്. എവിടെയാണ്? ഛത്തീസ്ഗഡാണ് കേട്ടോ. ഛത്തീസ്ഗഡിലാണ് ഭിലായ് വരുന്നത്. അതുപോലെ തന്നെ ഏതിൻ്റെ സഹായമാണ് അതിന് കിട്ടിയത്? ഭിലായ് അതിന് സഹായിച്ച രാജ്യം എന്ന് പറയുന്നത് റഷ്യയാണ്. ഭിലായ് ഛത്തീസ്ഗഡിൽ അതിന് കൊണ്ടുവരാനുള്ള സഹായമൊക്കെ നൽകിയത് ആരാണ്? റഷ്യ എന്ന് പറയുന്ന രാജ്യമാണ്. 1956 അത് വരുന്നത്. പിന്നീട് 1972 കാലഘട്ടങ്ങളിൽ ജാർഖണ്ഡിലും ഇതുപോലെ മറ്റൊന്ന് തുടങ്ങിയിട്ടുണ്ട് ഇരുമ്പുരുക്ക് ശാല. അതിൻ്റെ പേരാണ് ബൊക്കാറോ എന്ന് പറയുന്നത്. അത് ജാർഖണ്ഡിലാണ് വരുന്നത്. റഷ്യയുടെ സഹായത്തോടു കൂടി എന്നാണ് എന്നാണ് വരുന്നത്? 1972 കേട്ടോ. അപ്പോൾ 1972 അത് വരുന്നത്. നിങ്ങൾ ഓർത്തു വെക്കണം, മറക്കരുത്. അപ്പോൾ എന്താണ്, ഭിലായ് റഷ്യയുടെ സഹായത്തോടു കൂടി വന്നു. ബൊക്കാറോ റഷ്യയുടെ സഹായത്തോടു കൂടി വന്നു. റൂർക്കല നമ്മുടെ ഇവിടുത്തെ ചോദ്യത്തിൽ പറഞ്ഞു ജർമ്മനിയുടെ സഹായത്തോടു കൂടി വന്നു. അതുപോലെ തന്നെ ദുർഗാപൂർ വരുന്നത് ഏതിൻ്റെ സഹായത്തോടു കൂടിയിട്ടാണ്? എഴുതുന്നില്ലല്ലോ. ദുർഗാപൂർ വരുന്നത് ഏതിൻ്റെ സഹായത്തോടു കൂടിയാണ്? ബ്രിട്ടൻ്റെ സഹായത്തോടു കൂടി. ബ്രിട്ടൻ്റെ സഹായത്തോടു കൂടി എവിടെയാണ് വരുന്നത്? പശ്ചിമ ബംഗാളിൽ കേട്ടോ. പശ്ചിമ ബംഗാളിലാണ് ഇത് വരുന്നത്. അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ അടുത്ത ചോദ്യമാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഈ ഒരു പേജ് തീർന്നിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യണം, അടുത്ത ക്ലാസ്സുകളിലൊക്കെ ആയിട്ട് പറയണം കേട്ടോ. അതൊക്കെ നിങ്ങളും എന്ത് ചെയ്യണം, ഒരുപാട് ചോദ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കണം. അപ്പോൾ അടുത്ത ചോദ്യം ഇതാണ്, ഏറ്റവും കൂടുതൽ അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളുള്ള സംസ്ഥാനം ഏതാണെന്ന് ഞാൻ ഈ അടുത്ത് കറണ്ട് അഫയേഴ്സിൽ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു ഡിസംബറിൽ. അപ്പോൾ അതന്നെ ഇവിടെ ചോദിച്ചിട്ടുണ്ടായിരുന്നത് കേരളമാണ് കേട്ടോ. ഇനി കേരളമാണ് 4 അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളുള്ള ഇന്ത്യയിലെ ഒരേ ഒരു
സംസ്ഥാനമാണ് കേരളം. 4 ഉള്ളത്, 4 അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളിലുള്ള അംഗീകാരമുള്ളതാണ്. അപ്പോൾ ചില സംസ്ഥാനങ്ങളിൽ 4 അധികം ഉണ്ടാവും, പക്ഷെ അവിടെ വിദേശത്തേക്ക് പറയുന്നത് അന്താരാഷ്ട്ര നിലവാരമുള്ളത് ഉണ്ടാവില്ല 4 ഉണ്ടോ. അപ്പോൾ കേരളം എന്ന് പറയുന്നത് കേരളത്തിലാകെ 4 ഉള്ളത്, 4 അന്താരാഷ്ട്ര അംഗീകാരമുള്ള വിമാനത്താവളങ്ങളാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ പറയാനുള്ള ജനങ്ങളുടെ പങ്കാളിത്തത്തോട് കൂടി നിർമ്മിച്ച ആദ്യത്തെ അന്താരാഷ്ട്ര വിമാനത്താവളമാണ് കൊച്ചി എന്ന് പറയുന്നത്. കൊച്ചിയാണ് അന്താരാഷ്ട്ര ജനങ്ങളുടെ പങ്കാളിത്തത്തോടു കൂടി നിർമ്മിച്ചത് എന്ന് പറയുന്നത്. മാത്രമല്ല ലോകത്ത് തന്നെ സൗരോർജ്ജത്തിൻ്റെ സഹായത്തോടു പൂർണ്ണമായും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന വിമാനത്താവളമാണ് കൊച്ചി എന്ന് പറയുന്നത്. നമുക്കൊക്കെ അവിടെ പോയാൽ മനസ്സിലാകുന്നതാണ് അതൊക്കെ. മാത്രമല്ല ഈ ഒരു കൊച്ചി വിമാനത്താവളം എന്ന് പറയുന്നത് മറ്റുള്ള വിമാനത്താവളങ്ങളുടെ പ്രത്യേകത എന്താ ചോദിച്ചാൽ, ഈ വിമാനത്താവളം പ്രതിരോധ വകുപ്പിൻ്റെ കീഴിലാണ്. ഇന്ത്യയുടെ പ്രതിരോധ വകുപ്പിൻ്റെ കീഴിലായിട്ടാണ് ഈ വിമാനത്താവളം. പ്രതിരോധ വകുപ്പിൻ്റെ കീഴിലാണ്. മനസ്സിലായോ? ഇത് വരുന്നത് ഏതാണ്? ഇന്ത്യയുടെ പ്രതിരോധ വകുപ്പിൻ്റെ കീഴിലായിക്കൊണ്ടാണ് വരുന്നത്. മനസ്സിലായല്ലോ? പുതുതായി വന്നത് ഏതാണ്? 2018 ഡിസംബർ 9 നമ്മുടെ കണ്ണൂർ വിമാനത്താവളമൊക്കെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയനും അതുപോലെ വ്യോമയാന മന്ത്രിയാണ് ഇത് ഉദ്ഘാടനം ചെയ്തത്. അപ്പോൾ നമ്മളിപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിച്ചതല്ല ആദ്യമായി നമ്മൾ ചർച്ച ചെയ്തത് വിഇഒയുടെ എക്സാമിനെ കുറിച്ചാണ്. ആ കാര്യങ്ങൾ നിങ്ങളെല്ലാം ഒന്ന് മനസ്സിലാക്കുക. നിങ്ങളുടെ കൂട്ടുകാരോടൊക്കെ പറയണം കേട്ടോ. അതിൻ്റെ പ്രത്യേകതകളും കാര്യങ്ങളും അപേക്ഷിക്കാത്തവർ ഉടൻ തന്നെ അപേക്ഷിക്കുക. പിന്നെ നമ്മളെന്താ പറഞ്ഞിരുന്നത്, ഒരുപാട് അതുപോലെ നിങ്ങളുടെ പ്രൊഫൈലുകളൊക്കെ നോക്കണം. അതിലും ഒരുപാട് എക്സാമുകളുടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. പിന്നെ നമ്മളൊരു 10 ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് വിഇഒ എക്സാം എന്ന് അറിയാൻ വേണ്ടി നിങ്ങൾക്കൊരു 10 ക്വസ്റ്റ്യൻ്റെ സാമ്പിളാണ് ഇപ്പോൾ തന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ കരുതുകയാണ്, വിശ്വസിക്കുകയാണ്. അപ്പോൾ എന്തെങ്കിലും അഭിപ്രായ നിർദ്ദേശങ്ങൾ പറയുക, നമ്മുടെ കമൻ്റായിട്ട് നിങ്ങൾക്ക് രേഖപ്പെടുത്താം. അതുപോലെ ഈ ക്ലാസ്സിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനും അതുപോലെ കൃത്യമായി നിങ്ങൾക്ക് ക്ലാസ് ലഭിക്കാൻ വേണ്ടിയിട്ട് 7902314336 എന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കുക, ജോയിൻ എന്ന് പറഞ്ഞിട്ട്. അതുപോലെ നമ്മുടെ ഈ കാണുന്ന ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ശേഷം ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് തുടർന്നുള്ള ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുന്ന സമയം തന്നെ നിങ്ങൾക്കത് ലഭിക്കുന്നതാണ്. എല്ലാവർക്കും ഒരു നല്ല ശുഭദിനം നേരുന്നു. താങ്ക് യു ഫ്രണ്ട്സ്. താങ്ക് യു വെരി മച്ച്.